വീട്ടിൽ കുറച്ച് നൂഡിൽസ് ഉണ്ടോ? എങ്കിൽ വാ, നമുക്ക് അടിപൊളി സൂപ്പ് ഉണ്ടാക്കാം. ഒരു കപ്പ് നൂഡിൽസ് കൊണ്ട് ഇത്രയും രുചിയുള്ള സൂപ്പ് ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പിന്നെ കുറച്ച് പച്ചക്കറികളും മതി. കുട്ടികൾക്കും വലിയവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സൂപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരു ചെറിയ കപ്പിലല്ലേ കിട്ടൂ. വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കൽ നമുക്ക് ആവശ്യത്തിന് കഴിക്കാം. കുട്ടികളെല്ലാം നന്നായി കഴിച്ചോളും. പിന്നെ അവർക്ക് വേണ്ട പച്ചക്കറിയും ചിക്കനും മുട്ടയും എല്ലാം ഇതിൽ ചേർന്നിട്ടുണ്ട്. വേറെ ഒരു മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർന്നിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റിന് ഒരു കുറവുമില്ലേ. ഒന്ന് നിങ്ങൾ ഇതുണ്ടാക്കി നോക്കണേ. അതിനായി നമ്മൾ 2-3 പീസ് ചിക്കൻ നന്നായി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചിക്കൻ വേവിക്കാൻ വെച്ച സമയത്ത് നമ്മൾ ക്യാരറ്റും ഒരു ചെറിയ ക്യാരറ്റും ഒരു 10 കോട്ടാപ്പയറും ഒരു കഷ്ണം കാബേജുമാണ് പച്ചക്കറിയായിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ ചിക്കനെല്ലാം വെന്ത് അതിൻ്റെ വെള്ളം വേറെ മാറ്റി വെക്കണേ. പിന്നെ അതിൻ്റെ എല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി മാറ്റി വെക്കണേ ചിക്കൻ. പിന്നെ ആ ചിക്കൻ വേവിച്ച് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ ചൂടാക്കി ഒരു സ്പൂൺ പശു നെയ്യാണ് ചേർത്ത് കൊടുത്തത്. നെയ്യൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണേ. നല്ലവണ്ണം ചുമക്കെ തന്നെ വഴറ്റിയെടുക്കണം. ഇങ്ങനെ നിങ്ങളെ കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണേ. അവരെന്തായാലും കഴിച്ചോളും. കാരണം നൂഡിൽസ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് നൂഡിൽസ് മാത്രം മതിയല്ലോ. അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറിയും മുട്ടയും ചിക്കനും നെയ്യും എല്ലാം കൂടിയാകുമ്പോൾ വളരെ ടേസ്റ്റുള്ളൊരു ഭക്ഷണമാണ് ഇത്. ഇത് ഒരു നേരത്തെ ഭക്ഷണമായി നമുക്ക് കഴിക്കാൻ പറ്റും. രാവിലെയോ ഉച്ചക്കോ രാത്രിയോ എപ്പം വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റും. ഇതിൽ ഷുഗറോ കൊളസ്ട്രോളിൻ്റെതോ BP-യുടെ ഒരു പ്രശ്നവും വരുന്നില്ല. ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടാൽ മതി. അതുകൊണ്ട് ഇതാർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ നന്നായി ചുമന്ന് വന്നപ്പോൾ ചിക്കൻ വേവിച്ച വെള്ളമാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ ഫസ്റ്റ് ചേർക്കേണ്ടത് പൊടിയായി അരിഞ്ഞു വെച്ച ക്യാരറ്റാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. രണ്ടാമത് ചേർത്തത് കൊട്ടാപ്പയറാണ്, അതേപോലെ ചെറുതായി അരിഞ്ഞതാണ്. വളരെ ചെറിയൊരു പീസേ കാബേജ് എടുത്തിട്ടുള്ളൂ. ഇതുപോലെ പൊടിയായി അരി തന്നെയാണ് അതും ചേർത്ത് കൊടുത്തത്. ഇതൊക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ. പൊടിയായി അരിഞ്ഞത് കൊണ്ട് അധികം വേവാനൊന്നും നിൽക്കണ്ട. തിള വരുമ്പം തന്നെ നല്ലവണ്ണം വെന്തോളും. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ വെറും 5 മിനിറ്റ് മതി ഇത് റെഡിയാക്കി എടുക്കാൻ. പച്ചക്കറികളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തത് നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ച ചിക്കനാണ്, വേവിച്ച ചിക്കനാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എൻ്റെ കമൻ്റ് ഇടണേ എനിക്ക്. പിന്നെ നമ്മളെ കയ്യിലുള്ള നൂഡിൽസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് അധികം നൂഡിൽസ് ചേർത്ത് കൊടുത്തു തന്നെയാണ്. നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഇനി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ചെയ്താലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ നൂഡിൽസും ചിക്കനും പച്ചക്കറിയും എല്ലാം ഒന്ന് വെന്ത് വരട്ടെ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അങ്ങനെ എല്ലാം വെന്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തത് കുരുമുളകാണ്, കുരുമുളക് പൊടി. എല്ലാം കൂടി ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് ഒന്നുകൂടി വേവിച്ചെടുക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട നല്ലവണ്ണം അടിച്ചെടുക്കണേ. പിന്നെ സൂപ്പ് നന്നായി തിളച്ച് വരുമ്പോൾ മാത്രമേ മുട്ട ചേർത്ത് കൊടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ കട്ട പിടിച്ചിരിക്കും. നൂൽ പരുവത്തിൽ പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സായി കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം കൂടി ഒന്ന് ചെയ്തേക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കപ്പ് പാലാണ്, മിൽമ പാൽ. ഒരു 100 മില്ലിയോ 150 മില്ലിയോ മതിയാകും. അതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ചേർക്കണേ നമ്മളെ സൂപ്പിലേക്ക്. എന്നാലേ കുറച്ചെങ്കിലും കട്ടിയുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഈ കോൺഫ്ലവർ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ മൈദപ്പൊടിയായാലും മതിയേ. അതാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. കുറച്ചുകൂടി കട്ടി വേണമെങ്കിൽ 2 സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തേ. നമ്മളിപ്പോൾ 1 സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കുറച്ച് നല്ലവണ്ണം കുറുകിയാൽ കറക്റ്റ് പാകത്തിനായി കിട്ടും. ഇപ്പോൾ നമുക്ക് 5-6 പേർക്ക് കഴിക്കാനുള്ളതാണ് ഞാനിവിടെ ഉണ്ടാക്കിയത്. ഒരു ക്യാരറ്റ്, 3 മുട്ട, 10 പയർ, ഒരു 200 ഗ്രാം ചിക്കൻ, പിന്നെ 1 കപ്പ് പാലും കുറച്ച് കോൺഫ്ലവറോ മൈദയോ മാത്രം മതി. വലിയ വിലപിടിപ്പുള്ള സാധനമൊന്നും വേണ്ട ഇതുണ്ടാക്കാൻ. പിന്നെ കുറച്ചധികം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണേ. മല്ലിയിലയോ പുതിന ഇലയോ എന്തായാലും മതി.
ഇനി നിങ്ങളെ കയ്യിൽ നൂഡിൽസ് ഇല്ലെങ്കിൽ ഈ സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് മക്കളെല്ലാം കഴിച്ചോളും നൂഡിൽസ് കാണുമ്പോൾ. അതുകൊണ്ടാണ് നൂഡിൽസ് കുറച്ച് ചേർത്ത് കൊടുത്തത്. കണ്ടോ ഇപ്പം നമ്മളെ നൂഡിൽസ് സൂപ്പ് എങ്ങനെയുണ്ട്? കാണാൻ അടിപൊളിയല്ലേ? അതെ, കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ചൂടോടെ തന്നെ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി മൂടി വെച്ചാൽ മതി. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ല സെറ്റായി വരും. നല്ല ചൂടോടെ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു രുചിയൂറും റെസിപ്പിയുമായി വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.